എല്ലാവർക്കും നമസ്കാരം. പന്നി വിളമ്പാൻ സഖാക്കൾക്ക് ധൈര്യമുണ്ടോ? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം. അതിൻ്റെ കാരണം എന്ത് എന്ന് നമുക്ക് ഇന്ന് നോക്കാം. ആദ്യമേ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. CPM എന്ന് പറയുന്ന പാർട്ടി, അതിനകത്തുള്ള ആളുകൾ, ഈ പറയുന്ന CPMൻ്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് എന്ന് നമ്മൾ പറയണ്ടായി. എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നും എങ്ങനെയാണ് അവർ പുരോഗമനം എന്ന് പറയുന്ന ഒരു മൂടുപടം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മുഖമൂടി ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ആട്ടിൻതോല് അണിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി നടന്നിട്ട് പുരോഗമനത്തിൻ്റെ വക്താക്കളാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചിട്ട് എങ്ങനെയാണ് സമൂഹത്തിൽ ഈ വർഗീയതയും അതുപോലെയുള്ള വിഭാഗീയത സൃഷ്ടിക്കുന്നത് എന്ന് മാത്രമല്ല, അതൊക്കെ ഏതെങ്കിലും വിധേന ഏതെങ്കിലും ആളുകൾ മറന്നു തുടങ്ങുകയോ അതല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് കണ്ടാൽ, അത് രമ്യതയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ, ആ വേദിയിൽ, ആ സ്ഥലങ്ങളിൽ, ആ സമയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത് പാടില്ല, ഞങ്ങൾ ചത്തു വീണാലേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ സാധിക്കൂ എന്ന് ഏതോ സിനിമയിലൊരു ഡയലോഗ് ഉള്ള പോലെ ആ ഒരു രീതിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ട് നാവ് അകത്തേക്ക് ഇട്ടിട്ടില്ല. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ തുറന്ന് കാണിക്കണം, പൊളിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില കപട മതേതരവാദികൾ അല്ലെങ്കിൽ കപട പുരോഗമനവാദികൾ, അവരെയൊക്കെ എങ്ങനെ പൊളിച്ച് കാണിക്കുമെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വീണ്ടും നമുക്കൊരവസരം വന്നിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസിന് ശേഷം അരുൺ കുമാർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനെന്നോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ബുദ്ധിജീവിയെന്നോ അതല്ലെങ്കിൽ പുരോഗമനവാദി എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു കപടമുഖം നമുക്കിന്നിവിടെ വീണ്ടും ഇവിടെ തുറന്നു കാണിക്കാൻ സാധിക്കുകയാണ്. ഇദ്ദേഹം ഇന്ന് എന്താ ചെയ്തത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇവിടെ നമുക്കറിയാം, നമുക്ക് ഇവിടെ കലോത്സവം, യുവജനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ കലോത്സവമാണ്, 61ാമത് കലോത്സവം. ഏതാണ്ട് 15,000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജനുവരി 3-ന് തുടങ്ങി 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 15,000-ഓളം ആളുകൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പുന്ന ഒരു വലിയൊരു പരിപാടിയാണ് അത് എന്നത് നമുക്ക് ഒറ്റ വാക്കിൽ മനസ്സിലാക്കാം. അപ്പോൾ അതിൽ ഈ പറയുന്ന ഭക്ഷണം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം, അതാണ് ഇന്ന് നമ്മളേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അരുൺകുമാർ എന്ന് പറയുന്ന നമ്മളുടെ ഈ പറയുന്ന പുരോഗമന സംസാരിക്കുന്ന വലിയ തരത്തിലുള്ള ആശയങ്ങൾ, കമ്മ്യൂണിസ്റ്റിൻ്റെ തന്നെ ആശയമെന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ളത് സ്വതവേ പറഞ്ഞു വെക്കാറുള്ള ഒരാൾ, നമുക്കൊക്കെ വലിയ ആരാധന ഉണ്ടായിട്ടുള്ള ഒരു ആളാണ്. പ്രത്യേകിച്ച് നമ്മളുടെ 24 ചാനലിൽ ആ ഒരു പ്രോഗ്രാമൊക്കെ നടത്തുന്നത് നിങ്ങൾ കണ്ടു കാണും. മോഹനം വൈദ്യരെയൊക്കെ എങ്ങനെയാണ് പൊളിച്ചടുക്കിയിരുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ പല നല്ല പരിപാടികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചില സമയങ്ങളിലുള്ള ചില വാദങ്ങൾ നമുക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയായിരുന്നു. അതിലേക്ക് ഇന്നിപ്പോൾ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒരു ജാതീയത അല്ലെങ്കിൽ ഇതുപോലെയുള്ള വർഗീയം എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ചിന്തകൾ ഒരു തരത്തിലും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തൊരു സമയത്ത്, ചിന്തിക്കേണ്ടതില്ലാത്തൊരു സമയത്ത് അവിടെ കുത്തിത്തിരികൊണ്ട് ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനുള്ള ഒരു അവസരം സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ആവശ്യം എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യമേ ചോദിക്കുന്നത്. കാരണം നമുക്കിവിടെ കാണാം, ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു ഭണ്ഡാരി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരാൾ, ഒരു കുക്ക് എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ഷെഫ് എന്ന് നമുക്ക് വിളിക്കാം. മലയാളത്തിൽ നമ്മൾ സാധാരണ കാണാറുള്ള പോലെയുള്ള ഒരു വെപ്പുകാരൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനം നമ്പൂതിരി എന്നുള്ളൊരു പേര് വരുന്നു. അദ്ദേഹം ഉണ്ടാക്കുന്നത് പച്ചക്കറി വിഭവങ്ങളാണ്, വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് എന്ന് നമുക്കറിയുന്നു. ഉടനെ അതിനെ വെച്ചുകൊണ്ട് ഒരു ടാഗ് ലൈനോട് കൂടി ഇറക്കിയിരിക്കുകയാണ് ഒരു പോസ്റ്റ്. ഇത് പ്രസാദമൂട്ടല്ല, കലോത്സവ ഭക്ഷണപുരയാണ്, ഈ സീനിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനെ തുടർന്ന് വലിയ ചർച്ചകൾ. എന്ത് കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കമൻ്റ് ഇടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഈ നമ്പൂതിരിപ്പാടല്ല ഈ ഭക്ഷണത്തിൻ്റെ മെനു നിശ്ചയിക്കുന്നത് എന്നറിയാത്ത ആളാണോ നമ്മളുടെ അരുൺകുമാർ? അല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കമൻ്റ് ഇട്ടത്? ഇനി നമ്പൂതിരിപ്പാടായിപ്പോയത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽ, അത്രയേ ഉള്ളൂ. ആ തൊഴിലെടുക്കുന്ന ആൾ ആ പറയുന്ന നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന പേര് കൊണ്ട് നടക്കുന്നു, ശരിയാണ്. പക്ഷേ ഇദ്ദേഹം ഇതുപോലെ വെജിറ്റേറിയനിസം അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അത് മാത്രം ചെയ്യുന്ന ആളോ എന്ന ഒരു വിഖ്യാതി എവിടെയെങ്കിലും ഉണ്ടോ? അതുമില്ല. കാരണം
കായിക മേള നടക്കുന്ന സമയത്ത് അവിടെ നോൺ വെജ് വെച്ച് വിളമ്പുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ളൊരു സംഗതിയില്ല. അപ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഏത് തന്നെ സർക്കാരായാലും മുന്നോട്ട് വെക്കുന്ന മെനു, ആ മെനുവിനനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അത് കൊട്ടേഷൻ വിളിച്ചെടുക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് നല്ല സ്വാദുള്ള ഭക്ഷണമാകുന്നു, അത് ആളുകൾ കഴിക്കുന്നു, പിരിയുന്നു. ഇതാണ് അവിടെ സംഭവിക്കാറുള്ളത്. കായിക മേളയിൽ 5000-ഓളം ആളുകളാണ് പങ്കെടുക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ 15000-ഓളം ആളുകളാണ്, 3 മടങ്ങ് ആളുകൾ പങ്കെടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു ഭക്ഷണം ഒരുക്കുന്ന സമയത്ത് അവിടെ പല തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ വരും. ഏറ്റവും പ്രധാനമാണ് ഭക്ഷണത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത്. അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യേണ്ട ഒരു വലിയ ബാധ്യതയുണ്ട്. അതുകൂടാതെ അതിൻ്റെ ചെലവ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെലവ് കൺട്രോൾ ചെയ്യുക എന്ന് പറയും. പിന്നെ സൗകര്യം, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സൗകര്യം, ഇത്ര ആളുകൾക്ക് 5 ദിവസം അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സൗകര്യം, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് പലപ്പോഴും ഇതുപോലുള്ള ഭക്ഷണങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത്. അല്ലെങ്കിൽ വെജിറ്റേറിയനിസം അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് അവിടെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പലപ്പോഴും. എൻ്റെ അടക്കം ഫാമിലിയിലൊക്കെ ചില കല്യാണങ്ങൾക്ക് എൻ്റെ ഓർമ്മയിൽ ഈ പറയുന്ന വെജിറ്റേറിയൻ ഫുഡ് കൊടുത്തിട്ടുള്ള കല്യാണം പോലും ഉണ്ട്. പല ആളുകളും അത് ചെയ്യുന്നു. അതൊക്കെ ഓരോ ആളുകളുടെ പേഴ്സണൽ ചോയ്സാണ്. ഭക്ഷണം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ചോയ്സാണ്. അവിടെ മതം കലർത്തുന്നത് ആരാണ് ഈ ഒരു വിഷയത്തിൽ മതം കലർത്താൻ ഒരു അവസരം സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘപരിവാർ ആണോ? അല്ല. ഇസ്ലാം മതവിശ്വാസികളാണോ? അവരുമല്ല. പിന്നെ ആരാണ്? അതായത് ഒരു വിഷയത്തിൽ മതപരമായിട്ട് ഒരു ചിന്തയുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ മതത്തിൻ്റെ ഒരു ആംഗിൾ കൊണ്ടുവന്ന് അതിനൊരു വഴി വെട്ടി കൊടുക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇടതുപക്ഷ സഹയാത്രികരാണ് എന്നൊക്കെ പറയുന്ന ആളുകളാണ്, പുരോഗമനവാദികളാണ് എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് വീണ്ടും നമുക്ക് തുറന്നു കാണിക്കാൻ ഈ അരുൺകുമാർ ഇവിടെ വഴിയൊരുക്കിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്നുള്ളത്, ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യമാണ് പറയാറ്. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അടുത്ത വർഷമോ അതല്ലെങ്കിൽ ഇനി വരാൻ കിടക്കുന്ന വർഷങ്ങളിലോ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയവും അതിനെ തുടർന്ന് അന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഇന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു പ്രവചനമായിട്ടോ അതല്ലെങ്കിൽ ഇതൊരു എനിക്ക് ആരെങ്കിലും വിവരം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വഹി കിട്ടിയതാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് അടിവരായിട്ട് പറയാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഇതുവരെ നടന്നിട്ടുള്ളത് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. എന്താണ് ആ വിഷയം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്